നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഭിനയം മതിയാക്കി ഫോൺ എടുത്ത് പ്രതാപനെ വിളിക്കടി. പ്രതാപേട്ടൻ ഡൽഹിയില്, ബാംഗ്ലൂരില്. ഡൽഹിയിലോ ബാംഗ്ലൂരിലോ? നീ എന്തിനാ കിടന്ന് വരയ്ക്കുന്നേ? പേടിച്ചിട്ടാ ചേച്ചി. എന്തായാലും രാജുവിന്റെ സമയം തെളിഞ്ഞു വരിക. അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും യാമിനി അമ്മയെ കൊണ്ട് അമ്മാവനോട് ഉള്ളതൊക്കെ പറയിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. അവളെ നമ്മൾ കരുതിയിരുന്നത് പോലെ ഒരു പൂച്ചക്കുഞ്ഞല്ല ദീപകെ. യാമിനി പഠിച്ച കള്ളിയാ. സംസാരിച്ച് നിൽക്കാനും മീനിനെ പോലെ വഴുതി പോകാനും അറിയാം. പക്ഷെ അവൾ ഉടനെ എന്റെ വലയിൽ വന്ന് വീഴും, അതുറപ്പാ. എടാ മോനെ, ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി, ഏത് വഴിയിൽ കൂടി പോയാലും അവസാനം ലക്ഷ്യത്തിലെത്താം. അത്രേ ഉള്ളൂ. ആരാമേ? ആ, ഇത് അവളാ, ആ രമ്യ. CIDക്ക് പറയാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ കാണും. അമ്മ കോൾ എടുക്ക. ഹലോ. ഹലോ അംബിക മാഡം. എന്താ രമ്യ, എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ? നാണം കെടുവെന്ന് അറിയായിരുന്നിട്ടും ഞാനൊരു ട്രൈ നടത്തി. ഞാൻ കുറച്ച് ചിക്കൻ കറി അമ്മയെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് കൊടുക്കാനെന്ന വ്യാജേന രാജുവിന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് പണ്ടൊക്കെ ഈ പഴഞ്ചോറും അച്ചാറും കൂട്ടി ചോറ് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഈ രാജുവിന്റെ വീട്ടുകാരെ രുചിയുള്ള കറി കൂട്ടി അത്താഴം കഴിക്കണമെങ്കിലേ ഈ ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമായിരുന്നു. ഇപ്പൊ അവർക്കൊക്കെ എന്നോട് പുച്ഛം. ഞാൻ കൊണ്ടു കൊടുത്തിരുന്ന കറികളൊക്കെ മൂക്കുമുട്ട വെട്ടി വിഴുങ്ങിയിരുന്ന രാജുവിന്റെ ചേച്ചിക്കൊക്കെ ഇപ്പൊ വലിയ ഡിമാൻഡ്. അത് പോട്ടെ. പക്ഷേ ഞാൻ അവിടെ കയറി ചെന്നതുകൊണ്ടേ എനിക്കൊരു കാര്യം അറിയാൻ പറ്റി. എന്താ? അവരെല്ലാവരും വ്രതത്തിലാണെന്ന്. വ്രതം എടുത്ത് നാളെ വീട്ടിൽ വെച്ച് എന്തോ നിവേദ്യം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണെന്ന്. അതത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും നിന്റെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവണം. എപ്പോഴാ എന്താ വീണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി അംബിക മാഡം. ഓക്കെ രമ്യ, ഗുഡ് നൈറ്റ്. ദീപകെ, രമ്യ മിടിക്കുക. അവളുടെ തലയിൽ മുഴുവൻ വളഞ്ഞ ബുദ്ധിയാ. രമ്യയോട് സംസാരിക്കുമ്പോഴേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ എന്നെ തന്നെയാ എനിക്ക് ഓർമ്മ വരുന്നേ. അല്ല, അമ്മയ്ക്ക് വിശപ്പൊന്നുമില്ലേ? വല്ലതും കഴിക്കണ്ടേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. എടാ, അതിനിവിടെ നിനക്ക് പിടിക്കുന്ന ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നിനക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ പുറത്തുനിന്ന് ഓർഡർ ചെയ്യ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി അമ്മേ. അല്ല, അമ്മേത് എങ്ങോട്ടാ? ഞാനേ ഈ വീട്ടിലെ പൂച്ചപ്പുലിയെ ഒന്നുകൂടി കണ്ടിട്ട് വരാം. ഒരു ശ്രമം കൂടി നടത്തി നോക്കാടാ മോനെ. ശരി അമ്മേ. യാമിനി, ബെഡ്ഷീറ്റ് വിരിക്കുവായിരുന്നോ? യാമിനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനല്ലേ നമ്മളിവിടെ സാലറി കൊടുത്ത് സർവന്റിനെ വെച്ചിരിക്കുന്നേ. നമ്മൾ കിടക്കുന്ന കിടക്ക വിരിക്കാനും വൃത്തിയാക്കാനും കൂടി സെർവന്റിനെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി?
ആരോഗ്യമുള്ള അത്രയും കാലം നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ തന്നെ നോക്കുന്നതല്ലേ ശരി. നൈസ്. യാമിനിക്ക് അങ്ങനെ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ ഉണ്ട്. നല്ലതാ, കീപ് ഇറ്റ് അപ്പ്. ആ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം ചേച്ചി? അപ്പോഴേക്കും മറന്നോ? രാജു ഋതുമോളെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനെ അറിയിക്കണ്ടേ? ചേച്ചി അത് യാമിനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്നൊരു ദിവസം രാജുവും ഋതികയും കൂടി ഈ വീട്ടിന്റെ മുറ്റത്ത് വന്നു നിന്ന് ഞങ്ങള് വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഞങ്ങൾ ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലേ എന്താവൂ അവസ്ഥ? ഋതിക നമുക്ക് നമ്മുടെ മോളെ പോലെയല്ലേ? അവൾക്ക് നാളെ നല്ലൊരു ഭാവി വേണ്ടേ? രാജുവിനെ പോലെ ഒരു ലോ ക്ലാസിന്റെ കൂടെ അവൾ ഇങ്ങനെ ഈ വിവാഹ നാടകം മുന്നോട്ട് കൊണ്ടുപോയാ അവളുടെ അവസ്ഥ എന്താവും? ആദ്യം ഞാൻ അറിഞ്ഞു, ഇപ്പൊ പിന്നെ ദേ നീയും അറിഞ്ഞു. അവര് വിവാഹിതരല്ലാന്ന് അങ്ങനെ ഓരോരുത്തരായി ഈ നാട് മുഴുവൻ അറിയും. നാട്ടുകാരുടെ നാവാ, അത് വെറുതെ ഇരിക്കില്ല. നാട്ടിലെ ഭിത്തികളിലും പിന്നെ മഞ്ഞപത്രങ്ങളിലും ആള് കളിക്കാനായി തുക്കട വ്ലോഗർമാര് വരെ ഈ വിഷയം എടുത്ത് ആഘോഷിക്കും. ഋതികയെ ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവളൊരു മന്ത്രിയുടെ മകളാ. പ്രതാപൻ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോ യാമിനി എല്ലാം അറിഞ്ഞിട്ടും പ്രതാപനോട് മറച്ചു വെച്ചതിനെ യാമിനിയെ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കും. അതിന് എനിക്കെന്തറിയാന്നാ ചേച്ചി പറയുന്നേ? അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ. മോളെ സത്യഭാമേ, നിന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. രാജുവും ഋതികയും തമ്മില് വഴക്കുണ്ടാക്കി അവരുടെ വായിൽ നിന്ന് എല്ലാ സത്യവും പുറത്തു വന്നപ്പോ നീ അത് കണ്ടതും കേട്ടതും ഞെട്ടിയതും ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. ചേച്ചി ഞാൻ ദേ അഭിനയം മതിയാക്കി ഫോൺ എടുത്ത് പ്രതാപനെ വിളിക്കടി. പ്രതാപേട്ടൻ ഡൽഹിയില് ബാംഗ്ലൂരില്. ഡൽഹിയിലോ ബാംഗ്ലൂരിലോ? നീ ഇതിനെ കിടന്ന് വരയ്ക്കുന്നേ? പേടിച്ചിട്ടാ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.